ഒരു സംശയം. യെസ് ടെൽ മീ, അസ്മി. സംശയം എന്നും നല്ലതാണ്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ത് ബോധ്യത്തിലാണ്? അത് ഉത്തരം പറ മോനെ. സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തത്ര ചില വീഴ്ചകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു എന്നുള്ള ആരോപണങ്ങളുടെ പുറത്താണ്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അതിനപ്പുറത്ത് കേസുകളുണ്ടെങ്കിൽ കേസുകളെടുത്ത് അന്വേഷണം നടത്തി നടപടികളായിട്ട് മുന്നോട്ട് പോകട്ടെ. അതിനപ്പുറത്ത് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആണ്. ആ MLA നിയമസഭയിൽ പങ്കെടുക്കേണ്ട എന്ന് പറയാൻ ആർക്കാണ് ഇവിടെ യോഗ്യതയുള്ളത്? ആർക്കാണ് അധികാരമുള്ളത്? അതൊന്നും ഇവിടെ ആർക്കും അന്വേഷിക്കണ്ടല്ലോ. ഇത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുകളുടെ ജനങ്ങളുടെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഡോക്ടർ ജിൻഡോ ജോൺ, ഞാൻ നിങ്ങളുടെ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ മാറ്റി നിർത്തി, നിങ്ങളെന്താ മാറ്റി നിർത്താത്തെ എന്നല്ല ചോദിച്ചത്. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. നേരത്തെ പറഞ്ഞല്ലോ റീകോൾ ഇല്ല എന്ന്. ആ പ്രാതിനിധ്യം കയ്യിൽ വെക്കാനുള്ള ഉളുപ്പിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ഡോക്ടർ ജിൻഡോ ജോൺ. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ലല്ലോ സാമുദായിക നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ വന്നിട്ടില്ലേ? അതുപോലെ തന്നെ പല മാധ്യമ പ്രവർത്തകരുടെയും പരാതികൾ വന്നിട്ടുണ്ടല്ലോ. എന്താ ശരിയല്ല മാവ? അതെന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടാത്തത്? കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ഈ നീതി ഒന്ന് ഉറപ്പാക്കണ്ടേ? വനിതാ മാധ്യമ പ്രവർത്തകരെല്ലാം 100% സംതൃപ്തിയോടുള്ള ജീവിതമാണോ നയിക്കുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. കോൺഗ്രസിന് ദോഷമോ ഇടതുപക്ഷത്തിന് ഗുണമോ വരുന്ന ഒരു ഇഷ്യൂ എന്നുള്ളതിനേക്കാൾ ഒരു ജീവൻ ഏത് നിമിഷവും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ മുന്നിൽ നിന്ന് ഇല്ലാതായി പോയേക്കാമെന്ന് ഞാനടക്കമുള്ള ആളുകൾ ഭയക്കുന്ന അത്തരത്തിലുള്ള ജീവനുകളെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അത്രയും വേണം. കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ? കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള സീരിയൽ പ്രിഡേഷനാണ് നടന്നിട്ടുള്ളത്. കുറേ സ്ത്രീകളാണ്, പെൺകുട്ടികളാണ് ക്രൂരമായ പീഡനത്തിന് വിധേയമായിട്ടുള്ളത്. അതിൽ രാഷ്ട്രീയ പാർട്ടിയുടെ കോൺഗ്രസിന്റെ തന്നെ വനിതാ വിഭാഗങ്ങളിൽ ഉള്ളവരോ അവർക്ക് വളരെ വേണ്ടപ്പെട്ടവരോ ഉണ്ട്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഇനി അടുത്തത്, കോൺഗ്രസിന്റെ 2 MLA റേപ്പ് കേസിൽ പ്രതിയാണെന്ന് എനിക്കറിയില്ല. റേപ്പ് കേസിൽ പ്രതിയാണെന്ന് പലരും പല കേസിൽ പ്രതികളായിട്ടുണ്ടാവും. പക്ഷെ റേപ്പ് കേസിൽ പ്രതിയാണോ എന്ന് എനിക്കറിയില്ല. താങ്കൾ ആരെ ഉദ്ദേശിച്ചെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ മുകേഷ് റേപ്പ് കേസിലെ പ്രതിയാ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. പിന്നെ സ്വമേധയാ ഇവിടെ കേസെടുക്കുന്നു. അത് രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമാണ്. സ്വമേധയാ കേരളത്തിലെ പോലീസ് എടുക്കുന്ന കേസ് പി കെ ശശിയുടെ കാര്യത്തിലുണ്ടായോ, അല്ലെങ്കിൽ ശശീന്ദ്രന്റെ കാര്യത്തിലുണ്ടായോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ നിരവധി കാര്യം തോമസ് ഐസക്കിന്റെയും കടകംപള്ളിയുടെയും ശ്രീരാമകൃഷ്ണന്റെയും ആർഷോയുടെ ഒക്കെ കാര്യത്തിലുണ്ടായോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അങ്ങനെ മുകേഷ് CPM സംസ്ഥാന കമ്മിറ്റിയിൽ ആലോചിച്ചിട്ടാണോ ബലാത്സംഗത്തിന് പോയത്? ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് ഉറപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? പി ശശിയും PK ശശിയും ഒക്കെ പീഡനം നടത്തുന്നത് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ ആലോചിച്ചിട്ടാണോ? ഗണേഷും അല്ലെങ്കിൽ ശശീന്ദ്രനും ഒക്കെ ശശീന്ദ്രന്റെ പൂച്ചക്കുട്ടി സലാപം നടത്തിയത് LDF ആലോചിച്ചിട്ടാണോ? അപ്പൊ ഇതിന്റെയൊക്കെ എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി ഓരോ പാർട്ടിയിലേക്കും കൊടുക്കാൻ തീരുമാനിച്ചാൽ എനിക്കും ഒരുപാട് പറയേണ്ടി വരും. മുതലും പലിശ ചേർത്ത് കിട്ടി. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ?